ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിളവെടുപ്പും ഇങ്ങനെ വെണ്ടയ്ക്ക കുറേ തുരുതുരാന്ന് ഇങ്ങനെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി വളത്തിൻ്റെ കൂട്ടും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ചട്ടികളിലും പിന്നെ ഒരു ഗ്രോ ബാഗിൽ ഇതേ കണ്ടോ നട്ടിട്ടുണ്ട് വെണ്ട. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരെണ്ണം ഇടയ്ക്ക് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാറിനകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഹൈബ്രിഡ് വെണ്ടയിനമാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ അന്ന് നടുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതുണ്ടോ, ലാസ്റ്റ് ഒരെണ്ണമാണ് കേട്ടോ. അത് ഞാനിവിടെ നിലത്തേക്ക് നട്ടേക്കാണ്. ഇതിനകത്തും കണ്ടില്ലേ കുഞ്ഞു മുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇനി വെണ്ടയ്ക്കയൊക്കെ ആയിട്ട് വരും. അങ്ങനെ കുറേ ചട്ടികളിലൊക്കെയാണ് ഞാൻ ഈ ഒരു ഹൈബ്രിഡ് വെണ്ട നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു കിണറിൻ്റെ താഴെ കണ്ടില്ല, ഞാൻ ആ ഒരു നിൽക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു വെണ്ട രണ്ടെണ്ണം അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സാധാ ഒരു ഗ്രോ ബാഗാണ്. അതിനകത്തുനിന്ന് ഞാനൊരു വെണ്ട ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഉണക്കി അത് വിത്താക്കിയിട്ട് കണ്ടോ, ഇതെല്ലാം പാകി കിളിപ്പിച്ചാണ്. അപ്പോൾ ഇത് നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിലോ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഹൈബ്രിഡ് വെണ്ട ഏത് ഇനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർക്ക അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ വെണ്ട ടൈപ്പാണ് കേട്ടോ. ഇത് നമുക്ക് സാധാരണ കൃഷിഭവനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അല്ലാത്ത നമുക്ക് ഈ ഷോപ്പിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലാണെങ്കിലും നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതാണ് കേട്ടോ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വെണ്ട വെറൈറ്റിയാണ്. നമ്മുടെ നാടൻ വെണ്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒത്തിരി നാളതങ്ങനെ നിൽക്കത്തില്ല. പിന്നെ വളരെ കുഞ്ഞു വെണ്ടയ്ക്കായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ പച്ചക്കറി കടയിലൊക്കെ ചെല്ലുമ്പം ഇതുപോലത്തുള്ള ടൈപ്പിലെ വെണ്ടയ്ക്കയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അധികം വലിയ വളമൊന്നും വേണ്ട കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ളതിനകത്ത് നിന്ന് ഒരെണ്ണം ഞാൻ നേരത്തെ പറിച്ചെടുത്തതാണ്. അപ്പം ഇത് ഏകദേശം കുറച്ച് വെണ്ടയ്ക്കയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറിക്കാതിരുന്നത്. ചിലതെല്ലാം മൂത്തിട്ടുണ്ട്, ചിലതെല്ലാം നല്ല പിഞ്ച് വെണ്ടയാണ്. ഈ ഒരു വെണ്ടയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറിച്ച് കഴിയുന്തോറും വീണ്ടും വീണ്ടും ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കായ്കൾ നമ്മൾ പറിച്ചെടുക്കുന്നതാണ് പെട്ടെന്ന് തന്നെ അധികം മൂക്കാതെ പറിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള വെണ്ടയ്ക്കൊക്കെ അതിൻ്റെ ഒരു ആരോഗ്യം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഒരു പാകമാവുന്ന സമയത്ത് തന്നെ നമ്മളതങ്ങ് പറിച്ചെടുക്കുക. എനിക്ക് ഈ വെണ്ടയ്ക്കൊന്നും നേരത്തെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചൊക്കെ വന്നിട്ട് അതൊക്കെ നമ്മൾ കറികളിനകത്തൊക്കെ ഇടുമ്പോഴും തോരൻ വെക്കുമ്പോഴൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴും ഈ വലിയ ഫ്രഷ് ആവാത്ത വെണ്ടയ്ക്കയാണല്ലോ, വെണ്ടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇവർ പച്ചക്കറി കടയിലൊക്കെ കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും അതൊരു വിധമായിട്ടുണ്ടാവും. പിന്നെ ഉള്ളിലൊക്കെ നല്ല കേട് കാണും. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെണ്ടയ്ക്കയൊക്കെ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ തന്നെ അതിനകത്തൊന്നും കേടേ കാണത്തില്ല. നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് എടുക്കാനും പറ്റും. പിന്നെ ഇത് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നമുക്ക് സ്ത്രീകളൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന വളരെ നല്ലതാണ്. ഈ ഓവറി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു വെണ്ടയ്ക്ക. അതുകൊണ്ടാണല്ലോ ലേഡി ഫിംഗർ എന്ന് പറയുന്നത്. അപ്പം പെൺകുട്ടികൾക്കൊക്കെയാണ് വളരെ ഒത്തിരി ഗുണമുള്ളതാണ് ഈ ഒരു വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്യാവശ്യം ചെയ്യണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിയും നമ്മൾ പറിച്ചെടുക്കും തോറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുപോലെ നമുക്ക് ഒത്തിരി ഉണ്ടായി കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഹൈബ്രിഡ് വെണ്ടയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ ദേ കുറച്ച് വഴുതനങ്ങ. ഈ വഴുതന എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് കുറേ വർഷമായിട്ടുള്ള വഴുതനയാണ്. പക്ഷേ എപ്പോൾ വീഡിയോ എടുത്താലും അതിനകത്തൊരു 1-2 വഴുതനങ്ങ കാണും. അപ്പോൾ അത് പാകമായിട്ടില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു തക്കാളി വഴുതന ഒന്ന് പിഞ്ചായി ഒരു പിഞ്ച് വരുവാണ് കേട്ടോ. അത് അപ്പം തന്നെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒത്തിരി കൂടുതലായി കഴിഞ്ഞുണ്ടല്ലോ, ഒത്തിരി മൂത്ത് പോയും അത് നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊരു കട്ടി തൊലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇളം പരുവത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ സെറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി പച്ചമുളകാണ്, ഹൈബ്രിഡ് പച്ചമുളകാണ്. കുറേ ഇങ്ങനെ ഉണ്ടായി കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ഇപ്രാവശ്യം കുറച്ച് വളക്കുറവുണ്ട്, അതുകൊണ്ടാണ് വലിയൊരു വലിപ്പമൊന്നും ഇല്ലാത്തത്. അപ്പോൾ അത് ഇനി നമുക്ക് എന്തായാലും മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ ഇനി പറിക്കണം. അപ്പോൾ ഇത് വേണ്ടോ ഈ ഒരു സൈഡിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടോ, ഇത് കാറ്റ് വീശിയപ്പോഴേക്കും ചാഞ്ഞു പോയതാണേ. ഇതും തക്കാളി വഴുതനയാണ്. അപ്പം ഈ തക്കാളി വഴുതന എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ള കളർ ആകുമ്പോൾ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഒരു റെഡ് ഷെയ്ഡിലോട്ട് പോകും. അങ്ങനെ ആകുമ്പോഴത് നമുക്ക് വിത്ത് പാകാനായിട്ടൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ തോടിനുണ്ടല്ലോ കുറച്ച് കട്ടിയും കൂടും. അപ്പോൾ നമുക്ക് കറിക്കകത്തൊക്കെ ഇടുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല, നമുക്ക് ചവയ്ക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇത് പിഞ്ച് പരുവത്തിൽ എടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും, നമുക്ക് സാമ്പാറിനകത്തും ഒക്കെ ഇടാം. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വളം ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഞാനതിന് കുറച്ച് ഒരു പിടി വാഴയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പച്ചിലയും കൂടി എടുക്കാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 6 മാസ ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഇലയാണ്.
മറ്റേ അമ്പുകുടം പൂവിൻ്റെ ഇല കേട്ടോ, അതിവിടെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കുറച്ച് പച്ചില എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീമക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ പച്ചിലയ്ക്കകത്തെല്ലാം പൊതുവായിട്ടുള്ള ഒരു ഘടകമെന്ന് പറഞ്ഞാൽ നൈട്രജനാണ്. പക്ഷേ വാഴയിലയ്ക്കകത്ത് നൈട്രജൻ്റെ കൂടെ തന്നെ നൈട്രജനേക്കാളും കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മളിത് വളമാക്കി എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അഴുകി കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിന് മുന്നേ ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു വളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ചെടികളിൽ തണ്ടും ശിഖരവും ഒക്കെ വന്നിട്ട് ധാരാളമായിട്ട് ഇലകൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പൊട്ടാസ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു 2 ഘടകങ്ങളും ഉള്ള ഒരു വളമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെണ്ടച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടതും. അപ്പോൾ ഇതുപോലെ ഒരു പഴയ പെയിൻറ്റ് ബക്കറ്റോ ഒക്കെ നമുക്ക് കാണുമല്ലോ, അതുപോലൊരു ബക്കറ്റ് എടുക്കുക. ഇനി അതിനകത്തോട്ട് കണ്ടോ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇത് ഇന്ന് രാവിലെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. അരി ഊറ്റിയ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒന്നും വേണ്ട, പിന്നെ കുറച്ച് പച്ചവെള്ളവും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് ഈ ഇലയെല്ലാം അഴുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് കഞ്ഞിവെള്ളത്തിനുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 7 ദിവസം, അതൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് നല്ല സ്ലറി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റിസൾട്ടാണ് അതിൻ്റെ അതൊന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ലറി നമുക്ക് നോക്കാം. ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കൊതുകൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലറി, കണ്ടില്ലേ? നല്ല ഒരു പച്ച കളറൊന്നും അല്ല, ഇതെല്ലാം നല്ല കറുത്ത കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പ്രാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇത്രയും നല്ലൊരു കടുത്ത കളറിലോട്ട് പോയിട്ടുള്ളത്. ഇനി നമുക്കൊരു 3 കപ്പ് വെള്ളം ഇതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഇതിന് ചുറ്റും കാണുന്നത് മധുരക്കിഴങ്ങാണ് കേട്ടോ. ഇത് കുറേ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് 1 കപ്പ് സ്ലറിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഈ ഒരു വെണ്ടത്തൈകൾക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം മഴ സമയത്തൊന്നും ഈ സ്ലറികൾ ഒഴിച്ചേ കൊടുക്കരുത്, അത് പെട്ടെന്ന് പോവും. പിന്നെ നമ്മൾ വളരെ കുറച്ച് വേണം ഇങ്ങനെയുള്ള സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കൂടുതലും നമ്മൾ ഈ വളങ്ങളൊക്കെ നൽകുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ചെടികൾക്ക് റിസൾട്ട് നൽകുന്നതാണ് ഇതുപോലെയുള്ള സ്ലറികളൊക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് സൂക്ഷ്മ മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റിസൾട്ടും കിട്ടും. ഇതുപോലെ ധാരാളമായിട്ട് മുട്ടും അതുപോലെ തന്നെ പൂവും കായും ഒക്കെ വന്നിട്ട് നല്ല വളർച്ച ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഒരു വയലറ്റ് പയറാണ് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു മുളയുടെ കമ്പിനകത്തോട്ട് വെച്ച് കൊടുത്തേക്കാണ്. നമുക്കിവിടെ വേറെ ഒന്നും ഇപ്പം വലിയ കൃഷിയൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പയറൊന്ന് റെഡിയായി കിട്ടണം. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബാക്കി ഇവിടെ കുറേ ഗ്രോ ബാഗ് കണ്ടില്ലേ, അന്ന് ഞാനൊരു ക്ലീൻ ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആ സ്ലറി മുഴുവൻ ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു തയ്യാറാക്കിയിട്ടുള്ള സ്ലറി ആ ഒരു ബക്കറ്റിനകത്തോട്ട് ഒഴിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബാക്കിയുള്ളതിനെല്ലാം ആകുമ്പോൾ ഒഴിക്കാം. പിന്നെ നമ്മുടെ പച്ചമുളക്, ഇത് വേറൊരു പച്ചമുളകാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ എല്ലാം പ്രൂൺ ചെയ്തൊക്കെ വെച്ചാണ്, അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് വളക്കുറവുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ആ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വയലറ്റ് കളറിലുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള പാൽ മണമുള്ള ഉണ്ടമുളകാണ്. പിന്നെ നമുക്ക് അവശേഷിക്കുന്ന വഴുതനങ്ങയാണ് കേട്ടോ. ഇത് എന്താണെന്നറിയില്ല, ഇപ്പം വഴുതനങ്ങയെല്ലാം വല്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ കേടുമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം വഴുതന നമുക്ക് ഇപ്രാവശ്യം കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ചീര, പച്ചച്ചീര ഇനിയും നമുക്ക് വിത്തിനായിട്ട് നിർത്തിയേക്കുകയാണ്. അപ്പോൾ അത് ഇനിയും നമുക്ക് വിത്തൊക്കെ ആക്കി കുറേ പച്ചച്ചീര ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എന്ത് സ്ലറി ഒഴിച്ചു കൊടുത്താലും അത് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം, അല്ലെ ചെടികളെല്ലാം കരിഞ്ഞു പോകും. പിന്നെ നമുക്കിവിടെ നമ്മുടെ മഞ്ഞളെല്ലാം കണ്ടില്ലേ, നല്ല വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കാടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ കുറേ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കയറി എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു എല്ലാവർക്കും.